ഹായ്, നല്ല വലുതുണ്ടല്ലോ അതിൽ. അയ്യോ മീൻ കേട്ടോ. അയ്യോ ഇളക്കിയിട്ടുണ്ട്. വലിയ വലിയ ബ്രാലുകളുണ്ട്. മച്ചാമാർ ഇംഗ്ലീഷ് മീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നൊരു അടിപൊളി വീഡിയോ ആണ്. ഞാൻ കുണ്ടൂർ അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുള്ളത്. അവിടെ ഒരു പാടത്തുണ്ടല്ലോ, ഇത് കണ്ടില്ല എൻ്റെ ബാക്കിൽ ഒരു 6 ആൾക്കാരുണ്ടല്ലോ. നാടൻ മീനുകൾ, വരാൽ, നല്ല വാള, അങ്ങനെ ഐറ്റംസ് മീനുകളുണ്ട് കേട്ടോ. അതിനൊക്കെ വലയിട്ട് ലോക്കാക്കി മീനെ പിടിക്കുന്ന പരിപാടിയാണ്. ആ ഒരു വീഡിയോ ആണ്. വീഡിയോ ഒന്ന് കണ്ടോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്കണേ. മച്ചാമാരെ, ഞാനിത് വരുന്നതിന് മുന്നേ തന്നെ വീശിയിട്ടാണ് കേട്ടോ. വല വീശിയതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും അവിടെ വെക്കണം. എന്നാലേ ചളിയിലേക്കുള്ള മീനുണ്ടല്ലോ മുകളിലേക്ക് പൊന്തി വരുള്ളൂ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വല വലിക്കുന്നത്. നമ്മളെ കുണ്ടൂരുള്ള അസ്ലമാക്കാണ്. ബ്രാല്, വാള, അങ്ങനെ സിലോപ്പി, ചക്കപ്പൊണ്ണൻ, അങ്ങനെ പല ഐറ്റം മീനുകളുണ്ട് കേട്ടോ. കടുങ്ങാലി, വലയിൽ മീനുണ്ടേ. അതാ എന്താ തുള്ളുന്നത്. ഫസ്റ്റ് വല ആയതുകൊണ്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ. അതാ കടുകുണ്ട്, പിന്നെ സിലോപ്പിണ്ട്, ഇത് കടുക് മൊഴിവില്ലേ, മൊഴിവെന്നൊക്കെ പറയുന്ന സാധനമല്ലേ കടുക്. രാലുണ്ട്. അതെങ്ങനെ പരിപാടി അറിയോ? ഈ ഒരു പാടത്തിൻ്റെ നടുവിലുള്ള ഒരു കനാലുണ്ടല്ലോ, അതിലാണേ ഇവിടെ ഇങ്ങനെ ഒരു വല ഇട്ടുകാണ്ട് ലോക്കാക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡ്. അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡിലും ലോക്കാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മീനുകളെ ആദ്യം പിടിച്ചിടുക. ആദ്യം അവർ ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനെന്താ പറയുക നമുക്ക്? ഉളി. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള കച്ചറകളാണേ. ഉള്ളു വാരിയിട്ട് അവിടെ ഉണ്ട്. എന്നിട്ട് അവർ മീൻ പിടിക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ മീൻ പിടിച്ച് തുടങ്ങുന്നുള്ളൂ. അവിടെ ആ കാക്ക ഇപ്പോൾ വല വീശിയിട്ടുണ്ട്. അവരതവിടെ മീനെടുത്തോണ്ട് നിൽക്കുകയാണ്. നിങ്ങളെ പേരെന്താക്കാ? അബ്ദുസമദ്. എൻ്റെ പേര് മുസിൻ. ആ ഉള്ളുണ്ടാവില്ല അതിന് കുത്തിയാലോ? കടച്ചില പോവാ. തിനി വലുപ്പം വെക്കുവോ? കടുകിൻ്റെ മുള്ളി പോയി. നല്ല കടച്ചിലാവൂലേ? വിഷാണ്. നിങ്ങളെന്താ പറയാ ഇതിന്? കടുക് എന്നാണ് അല്ലെങ്കിൽ കടുക്? നമ്മള് മൊഴിവ് എന്നൊക്കെ പറയും. ഇത് വേറെ ഇല്ലല്ലേ? ആ ഉണ്ടല്ലേ. ഈ സാധനത്തിന് മുള്ളാട്ടത് കുത്തിക്കഴിഞ്ഞാൽ വിഷമാണ്. നല്ല കടച്ചിലുണ്ടാവും. അതിൻ്റെ മുള്ളു പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ മീനും കുറേ ഉണ്ട് കേട്ടോ. യൂപ്പിന്ന് പറയും അത്ര പെട്ടെന്ന് ജീവൻ പോലെയല്ലോ ഇതിൻ്റെ. കേറി പോവാ. വയനാട് ചെറുത്തുമ്പക്ക് പോണ മീനാണ്. കിണറിലിട്ട് കഴിഞ്ഞാല് വെള്ളം കലക്കും. ഇത് കിണറിലൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഇത് കിണറ് വൃത്തിയാക്കൂലേ? ആ മീൻ നിങ്ങൾ അറിയാന്ന് വെച്ചു. ഇതില് ചോദിച്ചു നോക്കി. ഈ മീൻ നിങ്ങൾ അറിയോ? വയനാട് ബ്ലേഡ് അല്ലേ? അങ്ങനെ പറയാം. അതായത് വയനാട് ചുരം കയറി മല കയറുന്ന മീനാണെന്ന് പറഞ്ഞാൽ. മല കയറുന്ന മീനല്ലേ? സത്യാണ്. ചെറിയ വെള്ളം മതി. അതിലൂടെ എങ്ങനെ പോവും? നനവുണ്ടായാൽ മതി. ഈ മീൻ ഉണ്ടാന്ന് വെച്ചാ ഇത് ബ്ലേഡ് പോലെ നിൽക്കില്ല. അതിന്റെ ചെള്ളിന്റെ ഭാഗം, ചെളുക്കന്റെ ഭാഗം
ബ്ലേഡ് ആ ഉണ്ടല്ലേ, എൻ്റെ ചെളുക്കൻ്റെ ഭാഗം ഉണ്ടല്ലോ ബ്ലേഡ് മാതിരി നിൽക്കും കേട്ടോ. ഈ ഒരു ഭാഗം മാർക്കറ്റ് ഇല്ല അല്ലേ. ഒരു വലപ്പം വീശി എടുക്കുന്നുണ്ടേ. അയ്യോ ഇതൊക്കെ ഒരു കിട്ടുന്ന സാധനം നിൽക്കുന്നു. ഇതേതാ മീന്? ചക്കപ്പൊണ്ണ പല പേരും അറിയണ്ടോ? രാവിലെ ഇത് എടുക്കുന്നു. അയ്യോ കിഡിലും വലിയ മീനൊക്കെ കുടുങ്ങിട്ടോ. ഇവർ പിടിച്ച മീനുകളൊക്കെ ഇവിടെ ഈ നെറ്റിൻ്റെ ഉള്ളിലിടണ്ടേ, വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ജീവൻ പോവാതിരിക്കാൻ ഫ്രഷായി കിടക്കാൻ ഇവിടെ ഈ മലിനുള്ളിൽ ഇടുകയാണ്. അസ്ലമാക്കാണ് പോലെ വീശുന്നത്. അയ്യോ വിരിച്ചിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ടല്ലോ അല്ലേ. അത് വിലയുള്ള മീനാ? അയ്യോ ചക്കപ്പൊണ്ണ ഇത് തല കുറച്ച് വെള്ളത്തിൽ വരുന്ന സാധനമല്ലേ. ഇപ്പോഴത്തെ വീശറിൽ കുടുങ്ങി കയറിയ സാധനം നോക്കി. ചക്കപ്പൊണ്ണ എന്നൊക്കെ പറയും. അല്ല കിട്ടുന്ന മീൻ കേട്ടോ. വലിപ്പം നോക്കിയാൽ എൻ്റെ അയ്യോ ടേസ്റ്റുള്ളൊരു മീനാണ്. ചെമ്പല്ലി കാര്യം ഉണ്ടല്ലേ കാണുമ്പോൾ. ആ കൈ കേടി. ഇനി അതേമാതിരിയുള്ള വലിയ വലിയ സാധനങ്ങൾ ഇനി കുറേ കയറാനാണ് കേട്ടോ. അവിടെ രണ്ടാൾക്കാർ മീൻ സെറ്റാക്കുന്നുണ്ട്. കിട്ടിയ മീനുകളൊക്കെ അതിൽ വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് മരലിട്ട് കണ്ട്. വല വീശിട്ടതിന് ശേഷം ഓരോന്നിങ്ങനെ ചവിട്ടി അവിടെ പഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. സെറ്റാക്കി വിരിച്ചിടുകയാണ്. ചളീൻ്റെ അടിയിൽ കിടക്കുന്ന മീനൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നവരെ അവരവിടെ തന്നെ വെക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം വല അവിടെ വെക്കും. എന്നിട്ട് അവരെടുക്കുമല്ലോ കേട്ടോ. കുറച്ച് നേരെ പണി വരുന്നുണ്ടോ മീനത് വരുന്നേ. അതവര് മീൻ പോയി. അയ്യോ ഒരാളിനൊക്കെ ഒരു സൈസ് നോക്കി. വലിയ കിട്ടില്ല സാധനങ്ങൾ കേട്ടോ. അത് മുഴുണ്ട്. ഇതേതോ മീൻ? കടുങ്ങാലി. കടുങ്ങാലിയില നല്ല നാടൻ സാധനം കേട്ടോ. വളർത്തിയതല്ലതൊന്നും പാടത്ത് ഒരു വളർന്നു വന്ന സാധനങ്ങളാണല്ലേ, വളർത്തിയതല്ല. കുറച്ചുകൂടി കൊടുക്കണം അല്ല. അയ്യോ ചാടോ? ഇത് കണ്ടില്ലേ അങ്ങനെ കണ്ടില്ലേ? കിഡിന് നല്ല നാടൻ വിരാൽ കേട്ടോ. അയ്യോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടേ. ഇതേമാതിരി ഉള്ള ഒന്നും കൂടി ഉണ്ടായില്ലേ. ആ ഇതിനയിലോട്ടുണ്ട്. ഈ ചാടൂല്ലേ? ബക്കറ്റില്ലടാ. എന്താ വരുന്നത്? അടുത്ത സാധനം വരുന്നത്.
ഒരു 3 കടുങ്ങാലി ഇട്ടിട്ടോ. അപ്പോൾ കടുവിന്റെ എങ്ങനെയാന്നുള്ള വിവരം ഒന്ന് കുത്തിയെങ്കിലേ കുത്തിയാലേ അറിയുള്ളൂ അല്ലേ കടുവിന്റെ കടച്ചിൽ എങ്ങനെയാണ് എന്നുള്ളത്. അയ്യോ അത് കിട്ടുന്ന സാധനം ഇത് ഏറ്റവും ചെറുത് കുത്തണം. ചെറുതിനാണ് ചെറുതാണ് ഭയങ്കര അല്ലേ. നമ്മളവിടെ കച്ചറ അത് കൊണ്ടുവരും ഉണ്ടാവട്ടാ ഒരു ബ്രാല് ഇതിലുണ്ട് കേട്ടോ. അതാ അത് പോയി. വല പൊളിച്ചു പോവാ അറിയില്ല. ഒളിക്കൊമ്പൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ അതിൽ. വലിയൊരു ചക്കപ്പൊണ്ണനോ വലിയ ബ്രാലുണ്ട്. വലിയൊരു സാധനം. സിലോപ്പി അല്ലേ? അല്ല, അനാപ്പസ്. അനാപ്പസ് എന്താ അതിൽ മിക്സ് ആയിട്ട് വരുന്നതാണ്. അതിന്റെ ക്രോസാണ്. സിലോപ്പിയുള്ള അതിൽ വേറെ ഐറ്റം മീൻ കേട്ടത് അനാപ്പസ് കറി. അപ്പോൾ അത് മുകൾക്ക് കയറി വരുന്ന വയനാട് ചുരത്തിന്റെ മേലെ കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോയതാണല്ലോ. പിന്നെ ഇവിടുന്ന് വരുന്ന വയനാട് മേലിൽ ഇങ്ങോട്ട് ഇറങ്ങാൻ ചില മീൻ ഇപ്പോഴത്തെ വീശല് 5-6 വലുത് കിട്ടിട്ടോ. ഇങ്ങനെ വലട്ടിട്ട് അവർ എടുക്കാൻ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് വീശിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വലിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വല വീശലും മീൻപിടുത്തൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് കണ്ടില്ല നല്ല കിടല നല്ല നെല്ല് വിളഞ്ഞ് എടുക്കുന്നുണ്ട്. വളരെ അടിപൊളി പാടാണ്. മൊത്തം നെല്ല് തന്നെയാണ്. അയ്യോ ഒരു വല വീശി കഴിഞ്ഞാൽ വല നന്നാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. കണ്ടില്ലേ 3 ആൾക്കാർ കൂടിയാണ്ട് ആ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചളി കച്ചറ എല്ലാ സാധനങ്ങളും ഉണ്ടായതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് ഒരു വല നന്നാക്കിയാണ്ട് പിന്നെ വീശാൻ. അത് കണ്ടില്ലേ ഇത്രയും ചളിയുള്ള ഭാഗം കേട്ടോ. ഈ പാടത്തൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ചളിയുള്ളൊരു സ്ഥലമല്ലേ. ഇനിയിപ്പോൾ അടുത്ത വല എടുക്കാൻ വേണ്ടി പോകണേ. അപ്പുറത്ത് നല്ല മീനുകളെ പിടിച്ച് കയറ്റിട്ടുണ്ട്. ആ മീനുകളൊന്നും നമ്മളിതുവരെ കാണിച്ചു തന്നിട്ടില്ല. അവിടെ അവർ അടുത്തുള്ള പാത്രത്തിലിടുന്നുണ്ട്. നമുക്കതൊന്ന് പോയി കാണണം. ഇവരെ വലിക്കുന്നുണ്ട്. വലിയൊരു ബ്രാല് മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൽ ബ്രാലുള്ളൂ കേട്ടോ. അയ്യോ സാധനം കെട്ടിക്കുന്നു പോയി. അവിടെ ഒന്ന് വീശിയിട്ടിട്ടുണ്ട്. അവിടെ നമ്മളെ അസ്ലാമൊക്കെ ഒന്ന് വീശാൻ വേണ്ടി പോകണ്ടേ. വരൻ്റെ കൂടെ പോയി മൂപ്പര്. ഈ കുണ്ടിൻ്റെ നടുവിലായിട്ട് ഇട്ടപ്പെട്ടിട്ടുള്ള
അവിടെ ഒരു കാക്കപ്പോൾ വല വീശാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാക്കത് ഒരു വല വലിച്ച് കയറ്റാനുള്ള പരിപാടിയിലാണ്. ഇതിലും മീൻ അത്യാവശ്യം ഡ്രൈവാ ചാടുന്നുണ്ടല്ലേ. ബ്രാലാണ് കേട്ടോ, നല്ല നാടൻ വലിയ ബ്രാലുകളുണ്ട്. വരേന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങളെ പേരെന്താ? ജാഫർ. നിങ്ങളെ പേരാക്കാം? എൻ്റെ പേര് അഹമ്മദ്. അഹമ്മദ്. രണ്ടാൾക്കാർ ഇവിടുന്ന് പിടിച്ച മീനുകൾ എന്താ ഈ ഒരു ഇതിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ വലിയ മീനുകളാട്ടോ. ഇങ്ങോട്ട് ചാടിയാ പിന്നെ കിട്ടൂല അല്ലേ, അതിൻ്റെ ഉള്ളിൽ പോവും. മെനക്കടാവും പിന്നെ പിടിക്കാന്. അങ്ങനെ അങ്ങനെ പിടിച്ചോ, പിടിച്ച് അങ്ങനെ ഇട്ട് പോയിക്കോ. അങ്ങനെ അരൂക്കൂടെ ഇട്ട് പോയി ഇങ്ങനെ അങ്ങനെ അങ്ങനത്തെ അവിടെ പിടിച്ചാൽ പറ്റൂല. ഇട്ടിട്ട് വരണം. ഇട്ടിട്ടിട്ട് അല ബല ഇവിടെ താവും. അങ്ങനെ നമ്മളൊന്ന് നോക്കുക, കിട്ടോ കിട്ടൂലേന്ന്. അവിടെ തരാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തുടങ്ങി. ഇവിടെ ഒരു വല വലിക്കുന്നുണ്ട്. മീൻ കേട്ടോ. ഇളക്കിയിട്ടുണ്ട്. വലിയ വലിയ ബ്രാലുകളുണ്ട്. പിന്നെ ഒരു മീൻ പേര് ഞാൻ മറന്നുപോയി. ബ്രാലിൻ്റെ ഒരു സൈസ് അത്യാവശ്യം നല്ല സൈസുള്ളൊരു വില കേട്ടോ. അപ്പോൾ അവിടെ കിട്ടിയതിൽ ഏറ്റവും നല്ല വലുപ്പമുള്ള ഇതാണെന്ന് തോന്നണേ. 2 കിലോ ഉണ്ടാവും ആക്കത്. 1.5-1.25 ഉണ്ടാവും. ഇപ്പൊ കിട്ടിയതിൽ ഏറ്റവും വലുപ്പമുള്ള ചിലപ്പോൾ ഇതാവൂലേ. അയ്യോ, അത്യാവശ്യം നല്ല സൈസ് ഉണ്ടല്ലേ. 1.5 ഉണ്ടാവൂലേ. കിട്ടിയ കത്ത് എന്താ വീശകളിൽ ഒരു അടിപൊളി മീനാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മീനൊന്നും ഇപ്പോൾ അവർ കിട്ടിട്ടോ. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം കിട്ടിയിരിക്കണെന്നുള്ളത്. അവരതും മുലയിലിടാൻ വേണ്ടി പോവാണ്. മീൻ ഇപ്പൊ നല്ല കെണിയിലെ പെട്ടിക്കണേ.
വലിച്ചിന്ന് പിന്നോടെ അത് മേലുണ്ട് അതോ കെട്ടി തൂങ്ങിയത് അതും നല്ല അതൊക്കെ നിങ്ങളെ മുന്നിലൊരു മീൻ വലിയൊരു മീൻ കടക്കാണ് ആ വലയൊക്കെ പരത്തണെങ്കിൽ വീഴാൻ പരക്കാത്ത വലയാണ് പറയുന്നത് എടുത്തില്ലേ ഏകദേശം നിർത്താൻ പോവാണ് സംഭവം ഈ സൈഡിലുള്ള വല അയച്ചിട്ടോ ലോക്കാക്കിയിട്ട വല അയച്ചിട്ടുണ്ടേ. അവിടെ നിർത്തേക്ക് ഹായ് നല്ല വലുതുണ്ടല്ലോ അതിൽ. അപ്പുറത്തെ മീൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ജമീനേറ്റ് ഇതൊക്കെ എരിയുന്നങ്ങനെ അയ്യോ നല്ല വലുപ്പമുണ്ട് ഒരു സാധനം. കിട്ടണില്ലേ കിട്ടില്ല ഒരു ഒരാൾട്ടോ. അവിടെ അത്യാവശ്യം സൈസിൻ്റെ ഒരു 1.5 കിലോൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പുറത്ത് നിന്ന് പിടിച്ച മീൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടേ. വീണാൽ ഡബ്ബ പൊട്ടും. അപ്പൊ ഒരു കച്ചവടം കേറണ്ടേ? ആ എന്റെ അവന്റെ ഒക്കെ ഒരു കാലേ ഉള്ളു ബാക്കി. ആ ചലി അത് ചലി അവസാനത്തെ വല കേട്ടോ. ഇതുകൂടി മേടിച്ച് കഴിഞ്ഞാൽ അവരെ ഇന്നത്തെ വീശുന്ന പരിപാടി ഇതോടെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ മീനെ കാണിച്ചു തരാം. ഇതിൽ മീനുണ്ടോ അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് മീനില്ല അതേമാതിരി അണില്ല മീൻ നമുക്ക് നോക്കാണ് ഇതെങ്ങനെ ചത്തെടുക്കണേ? ലാസ്റ്റിക്ക് അങ്ങനെ തന്നെയാണ്. അത് ജീവൻ കണ്ടില്ലേ, മങ്ങി കിടക്കാവൂലേ. നല്ല കൊടിയിട്ടാ നല്ല വലയിസ്റ്റ് വീശി ഇവർ പിടിക്കുമ്പോണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ചാടി ഓരോന്നൊക്കെ എന്തെങ്കിലും മങ്ങിയാണ്ടൊക്കെ അങ്ങനെയൊക്കെ എടുക്കുന്നതാണ്. ഇപ്പം 2 അതേമാതിരി കിട്ടി. ചെളിയിൽ പൂണ്ട് കിടക്കാവും. അതേമാതിരി മീനിനെ ഇനി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാട്ടോ അവർ തപ്പുന്നു. ഇപ്പോൾ ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ടേ. ഉണ്ടല്ലേ, വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ മയങ്ങി ജീവനൊക്കെ പോയിട്ടുണ്ട്. ഓരോന്നിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ എടുക്കുകയാണ്. ഇവർ പിടിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുന്നതാണ്. ഇപ്പോൾ കിട്ടിയത് നല്ല വലുപ്പമുള്ളൊരു സാധനം തന്നെ കേട്ടോ. ഈ കാക്കാൻ്റെ കയ്യിലുണ്ട്. അവർ ആ കമ്പുകളൊക്കെ ഉണ്ടല്ലോ, മരങ്ങളൊക്കെ, അതൊക്കെ വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഉണ്ടല്ലേ, ഒളിക്കമ്പ് അവരെന്നെ ഇതിക്കിടുന്ന് മീൻ അവിടെ ഒളിച്ച് നിൽക്കാനുള്ള പരിപാടിയാണ്.
മീനുകളൊക്കെ വന്ന് കൂട്ടത്തോടെ ഇങ്ങനെ ആ കമ്പിൻ്റെ ഇടയിലൊക്കെ വന്ന് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി പിടിക്കുമ്പോൾ അവർ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇനി പിടിക്കാൻ നിൽക്കുള്ളൂ. അയ്യോ വലിയൊരു സാധനം തന്നെ കേട്ടോ. ഒരാളുടെ ഒക്കെ ഒരു വലുപ്പം നോക്കി. ഒന്നര കിലോ ഉണ്ടാവില്ല അതൊക്കെ. കണ്ടില്ല മീൻ്റെ ഒക്കെ ഒരു സൈസ് നോക്കി. കിട്ടുന്ന സാധനം കേട്ടോ. അച്ഛന്മാരെ ഇവർക്ക് ഇന്ന് എത്രത്തോളം മീനെ കിട്ടിയിരിക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ലേ ആ പാത്രത്തിലുള്ള മീൻ ഇവിടെ താഴെ ഇട്ടിട്ടുണ്ട്. ആ മാലിലിട്ട മീനെ കൊണ്ടുവരുന്നു. മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ ചെരിയും ഇളക്കിയിട്ടില്ല. വലിയ വലിയ സാധനങ്ങളാണ്. അയ്യോ നോക്കി വലിയ വലിയ സൈസുള്ള സാധനങ്ങൾ. 2 കിലോൻ്റെ അടുത്തുണ്ടാവില്ലേ? 2 മേലെ ഉണ്ടാവും. നല്ല ഉണ്ടാവും. അയ്യോ കിട്ടില്ല സാധനങ്ങളാണ്. ആ കുപ്പി ലാസ്റ്റ് ആയി തന്നെ ഇട്ടാണ്ടിട്ടാ. മഹമ്മൂദിന്റെ മീൻ ഇവൻ ചത്തിക്കണ മഹമ്മൂദോ. ഇതാ ഞാൻ ഇതിന് ഇട്ടത് എവിടെ പോനെ? നമ്മൾ തട്ടാ. ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു കിട്ടില്ല സാധനങ്ങൾ കേട്ടോ. എത്രത്തോളം കിട്ടിങ്ങനെ നോക്കി ഇവർക്ക്. വിളിച്ചാ വിളിച്ചണ്ട ശങ്കരനും ഇവിടെ ജഗന്നത്തിനെ വിളിച്ചു. വാളുണ്ട്. ആ ബക്കറ്റ് കൊണ്ടുവരും. ആ ബക്കറ്റ് വെള്ളം പാരരുത്.